Hi dear students, welcome back to my channel. CS364 മൊബൈൽ കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3ൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 3യുടെ സെക്കൻഡ് പാർട്ടിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 3 പ്രോട്ടോക്കോൾസാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്: DSDV, DSR ആൻഡ് AODV. അതിൽ ശരിക്കും ക്ലാസിഫിക്കേഷൻ ഒരു അഡ്ഹോക്ക് നെറ്റ്വർക്കിൻ്റെ ബേസിസിലാണ് ഈ ടോപ്പിക്കുകൾ വരുന്നത്. അഡ്ഹോക്ക് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ മൊബൈൽ അഡ്ഹോക്ക് നെറ്റ്വർക്ക്സ്, അതായത് മൊബൈൽ നോഡുകൾ കൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ ഉണ്ടാകാവുന്ന സെൻഡർ ടു റിസീവറിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഒപ്റ്റിമം പാത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോക്കോളുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ടും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ടേബിൾ ഡ്രിവൺ ആൻഡ് ഓൺ ഡിമാൻഡ് പ്രോട്ടോക്കോൾസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലുള്ള ഓൺ ഡിമാൻഡ് റൂട്ടിംഗ് പ്രോട്ടോക്കോളിലെ ഡൈനാമിക് സോഴ്സ് റൂട്ടിംഗ് അഥവാ DSR എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ DSRൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരിൽ നമ്മൾ അതിൻ്റെ ടൈപ്പ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഓൺ ഡിമാൻഡാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എപ്പോഴാണോ ഒരു സോഴ്സ് നോഡിന് ഡെസ്റ്റിനേഷൻ നോഡിലേക്ക് ഒരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യാനുള്ളത്, ആ ടൈമിൽ മാത്രമേ ഇവിടെ റൂട്ട് അല്ലെങ്കിൽ ആ ഒരു പാത്ത് കണ്ടുപിടിക്കുകയുള്ളൂ. വെൻ ഇറ്റ് ഈസ് നീഡഡ്, എപ്പോഴാണ് അത് അയക്കേണ്ടത് ആ സമയത്ത് പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഇനി സോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ് DSR. അതിൽ ആ പേര് തന്നെയാണ് ഡൈനാമിക് സോഴ്സ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റർ അല്ലെങ്കിൽ സോഴ്സ് മാത്രമേ ഡെസ്റ്റിനേഷനിലേക്കുള്ള കംപ്ലീറ്റ് പാത്തും സ്റ്റോർ ചെയ്ത് വയ്ക്കുകയുള്ളൂ. ബാക്കി ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഉള്ള നോഡുകളൊന്നും ഡെസ്റ്റിനേഷനിലേക്കുള്ള കംപ്ലീറ്റ് പാത്ത് സ്റ്റോർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതാണ് അടുത്തൊരു സ്പെഷ്യാലിറ്റി. ഇനി ഇതിൽ മെയിനായിട്ടും 2 ഫേസസ് ആണുള്ളത്: റൂട്ട് ഡിസ്കവറി ആൻഡ് റൂട്ട് മെയിൻ്റനൻസ്. എന്താ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സോഴ്സ് നോഡിൽ നിന്ന് ഡെസ്റ്റിനേഷൻ നോഡിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റൂട്ട് അറിയണം, അല്ലേ? അത് ഏതൊക്കെ നോഡുകളിലൂടെ ട്രാവേഴ്സ് ചെയ്ത് പോയാലാണ് ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ അതിനാണ് റൂട്ട് ഡിസ്കവറി, ആ ഒരു പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് റൂട്ട് ഡിസ്കവറി എന്ന് പറയുന്നത്. ഈ റൂട്ട് ഡിസ്കവറി പ്രോസസ്സിന് 2 സ്റ്റെപ്പ് ഉണ്ട്: റൂട്ട് റിക്വസ്റ്റ് ആൻഡ് റൂട്ട് റിപ്ലൈ. ഇനി റൂട്ട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രീവിയസ് എക്സിസ്റ്റിംഗ് റൂട്ടിലൂടെ നമ്മുടെ പാക്കറ്റുകൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഇവർ മൊബൈൽ നോഡ്സ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ഇടയിലുള്ള ലിങ്കേജ് ബ്രേക്കായി പോവാം, ഇടയ്ക്കുള്ള നോഡുകൾ തമ്മിലുള്ള കണക്ഷൻ ബ്രേക്കായി പോവാം. അങ്ങനെ എന്തെങ്കിലും നെറ്റ്വർക്ക് ബ്രേക്കേജൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് വേറെ റൂട്ടിലൂടെ ഡൈവേർട്ട് ചെയ്ത് വിടണം. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ലിങ്ക് ബ്രേക്കേജൊക്കെ വരുമ്പോൾ ഒരു റൂട്ട് എറർ മെസ്സേജ് സെൻഡ് ചെയ്ത് അത് ഈ നെറ്റ്വർക്കിലൂടെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും? വീണ്ടും റൂട്ട് ഡിസ്കവറി ചെയ്തിട്ട് വേറെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാത്തുകൾ കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ റൂട്ട് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സോഴ്സ് ടു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു പാക്കറ്റ് അതിൻ്റെ പാത്ത് കണ്ടുപിടിക്കുക? അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഴ്സിന് ഒരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ നോഡിൻ്റെയും ഒരു റൂട്ട് ക്യാഷെ ഉണ്ട്. ക്യാഷെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? റീസെൻ്റ്ലി നമ്മൾ യൂസ് ചെയ്ത പാത്തുകൾ, അതാണ് നമ്മൾ നോർമലി ക്യാഷയുടെ മീനിങ് എന്താണോ അത് തന്നെയാണ് ഇവിടുത്തെ മീനിങ്. റീസെൻ്റ്ലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള പാത്തുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാ നോഡുകളും മാനറ്റ് എന്ന് വെച്ചാൽ മൊബൈൽ അഡ്ഹോക്ക് നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിലുള്ള എല്ലാ DSR പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരു റൂട്ട് ക്യാഷെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ റൂട്ട് ക്യാഷയിൽ സോഴ്സ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അയാൾക്ക് ഫോർവേഡ് ചെയ്യേണ്ട പാക്കറ്റ് ഇരിക്കുന്ന ഡെസ്റ്റിനേഷൻ നോഡിലേക്കുള്ള ഏതെങ്കിലും എക്സിസ്റ്റിംഗ് പാത്ത് ക്യാഷയിൽ അവൈലബിൾ ആണോ, ഉണ്ടെങ്കിൽ ആ പാത്ത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് വേണം? അതിലേക്കുള്ളൊരു പാത്തിനെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് എന്താ? റൂട്ട് ഡിസ്കവറി. നമുക്കൊരു പുതിയ പാത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റൂട്ട് ഡിസ്കവറി പ്രൊസീജിയർ അവിടെ ഇനീഷ്യേറ്റ് ആവും. ഇനി അങ്ങനെ ഇനീഷ്യേറ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ റൂട്ട് ഡിസ്കവറി പ്രോസസ്സ് നടക്കുക? ആദ്യം അയാൾ റൂട്ട് റിക്വസ്റ്റ് മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതായത് ആ നെറ്റ്വർക്കിലത്തെ നൈബറിംഗ് നോഡുകളിലേക്ക് ഒരു റൂട്ട് റിക്വസ്റ്റ് മെസ്സേജ് ഫ്ലഡ് ചെയ്യും. ഈ റൂട്ട് റിക്വസ്റ്റ് മെസ്സേജ് നൈബറിംഗ് നോഡുകൾ റിസീവ് ചെയ്യുമ്പോൾ അവരും സോഴ്സ് ചെയ്തതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള റൂട്ട് ക്യാഷിൽ ചെക്ക് ചെയ്ത് നോക്കും. ഈ പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എന്തെങ്കിലും പാത്ത് അവൈലബിൾ ആണോ. ഇനി എങ്ങനെയാണ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക? ഈ സോഴ്സ് ഈ റൂട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഫീൽഡുകളുണ്ട്.
ഒരു യുണീക്ക് ഐ ഡി ഉണ്ടാവും, സോഴ്സിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, പിന്നെ നമ്പർ ഓഫ് വിസിറ്റഡ് നോഡ്, എത്ര നോഡുകൾ അവർ ട്രാവേഴ്സ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ. ഈ 4 ഫീൽഡുകളുള്ള റിക്വസ്റ്റ് മെസ്സേജാണ് നമ്മൾ ഈ നെറ്റ്വർക്കിലൂടെ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പോൾ എന്താ, ഈ പാക്കറ്റ് റിസീവ് ചെയ്യണ ഓരോ ഇൻ്റർമീഡിയറ്റിനോടും ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ റൂട്ട് ക്യാഷയിൽ റൂട്ട് അവൈലബിൾ ആണോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ എഗെയിൻ അവരുടെ നൈബറിങ് നോഡുകളിലേക്ക് ഈ മെസ്സേജിനെ ഫോർവേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ഇത് എപ്പോഴാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ നോഡിൽ എത്തുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതൊരു ഇൻ്റർമീഡിയറ്റ് നോഡിന് ആ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്കുള്ള അൺഎക്സ്പയർഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെന്നറിയാം. ഈ അൺഎക്സ്പയർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ റൂട്ട് ക്യാഷയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണ ഓരോ പാത്തുകളും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റായി പോകും. അതായത് അതിന് റൂട്ട് ക്യാഷ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മെമ്മറി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് നേരം കുറേ ഇൻഫർമേഷൻ നമുക്കതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യണതോ അല്ലെങ്കിൽ ലീസ്റ്റ് റീസെൻ്റ്ലി വരുന്നതോ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അവിടെ സ്റ്റോർ ആവുക. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ടൈമർ കഴിയുമ്പോൾ അത് എക്സ്പയർ ആയി പോകും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് നോഡുകൾക്ക് ആർക്കെങ്കിലും ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള എക്സ്പയർ ആവാത്ത ഏതെങ്കിലും ഒരു പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാലോ അവരെന്ത് ചെയ്യും, തിരിച്ച് ഈ സോഴ്സ് നോഡിലേക്ക് ഒരു റിപ്ലൈ മെസ്സേജ് അയക്കും. റൂട്ട് റിപ്ലൈ മെസ്സേജ് സെൻഡ് ചെയ്യും. ഇനി റൂട്ട് റിപ്ലൈ മെസ്സേജ് ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മുടെ സോഴ്സിലേക്ക് എത്തുമ്പോൾ സോഴ്സ് എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ അവരുടെ റൂട്ട് റെക്കോർഡിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ആ പാക്കറ്റ് ആ പെർട്ടിക്കുലർ നോഡിലേക്ക് ആ പാത്ത് വഴി സെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അവർ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണോ അതിലൂടെ ആയിരിക്കും പാക്കറ്റ് സെൻഡ് ആവുക. ഷോർട്ടസ്റ്റ് പാത്ത് ആയിരിക്കും സെലക്ട് ആവുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. N1, N2, N3, N4 ആൻഡ് N5 5 നോഡുള്ള ഒരു മാറ്റാണ്. ഇതിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് N1 ആണ്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് N5 ആണ്. അപ്പോൾ എനിക്ക് N1 to N5ലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റൂട്ട് ഡിസ്കവറി പ്രൊസീജിയറാണ് ഇവിടെ നടക്കാൻ പോണേ. അതായത് N1ൻ്റെ റൂട്ട് ക്യാഷയിൽ അൺഎക്സ്പയർഡ് ആയിട്ടുള്ളൊരു പാത്ത് N5ലേക്ക് ഇല്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റൂട്ട് ഡിസ്കവറി പ്രൊസീജിയർ ഇനീഷ്യേറ്റ് ചെയ്യും. റൂട്ട് ഡിസ്കവറി പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റൂട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക. റൂട്ട് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലഡിങ് ആണ് നടക്കുക. ബ്രോഡ്കാസ്റ്റഡ് മെസ്സേജാണ്. അപ്പോൾ N1ൽ നിന്ന് അയാളുടെ നൈബറിങ് നോഡുകളിലേക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് സെൻഡ് ആവും. ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജിന് ഒരു ഫോർമാറ്റ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ആ ഫോർമാറ്റ്? അതിലൊരു യുണീക്ക് ഐ ഡി ഉണ്ടാവും, സോഴ്സ് ഉണ്ടാവും, ദെൻ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, ലിസ്റ്റ് ഓഫ് നോഡ് വിസിറ്റഡ് ഉണ്ടാവും. അതിൽ യുണീക്ക് ഐ ഡി ഞാനിവിടെ 2 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് എടുക്കണേ. സോഴ്സ് എന്ന് പറയുന്നത് എന്താ, N1. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ഡെസ്റ്റിനേഷൻ എന്ന് പറയണത് ഇവിടെ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്താ, N5 ആണ്. ഇനി ഇനീഷ്യലി ലിസ്റ്റ് ഓഫ് നോഡ് വിസിറ്റഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ മെസ്സേജാണ് ആർക്ക് കിട്ടണത്, N2ലേക്കും N4ലേക്കും ഫ്ലഡ് ചെയ്ത് എത്താം. ഇനി N2ലെയും N4ലും ഈ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ അവരതിനെ അപ്ഡേറ്റ് ചെയ്യും. യുണീക്ക് ഐ ഡി ചേഞ്ച് ആവില്ല, 2 തന്നെ. സോഴ്സ് എന്താ, N1 തന്നെ. ഡെസ്റ്റിനേഷൻ എന്താ, N5 തന്നെ. ഇനി ലിസ്റ്റ് ഓഫ് നോഡാണ് മാറുക. ലിസ്റ്റ് ഓഫ് നോഡ് എന്താണ്, N1 to N2. ഓക്കെ. ഇനി താഴത്തെ N4ലാവുമ്പോൾ എന്ത് വരും, 2 ആണ്. യുണീക്ക് ഐ ഡി ചേഞ്ച് ആവില്ല. സോഴ്സ് N1 തന്നെ ചേഞ്ച് ആവില്ല. ഡെസ്റ്റിനേഷൻ N5 ആണ്, സെയിം. ദെൻ നമ്പർ ഓഫ് നോഡ് വിസിറ്റഡ് എന്താവും, N1 to N4. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് റൂട്ട് റിക്വസ്റ്റ് പോവുക. അപ്പോൾ ഇത് N4ലും N2ലും റിസീവായി. ഇനി എന്ത് ചെയ്യും, N2 അയാളുടെ നൈബറിലേക്ക് ഈ റൂട്ട് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യും. അപ്പോൾ N3ലേക്ക് ഈ മെസ്സേജ് പോവുകയാണ്. N3ലെത്തുമ്പോൾ എന്തായിരിക്കും, N3ലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇൻഫോർമേഷൻ വരും. എന്താണ്, സെയിം യുണീക്ക് ഐ ഡി, ദെൻ സോഴ്സ് ഈസ് N1, ഡെസ്റ്റിനേഷൻ ഈസ് N5, ദെൻ പാത്ത് വന്നപ്പോൾ എന്തായി, N1, N2, N3. അങ്ങനെയാണ് ഇവിടുത്തെ പാത്ത് വരിക. വിസിറ്റഡ് നോഡ് എന്ന് പറയുന്നത് N1, N2, ദെൻ N3. ഓക്കെ, ഇങ്ങനെ വരും പാത്ത്. ഇനി അതുപോലെ N4 കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അയാളുടെ നൈബറിങ് നോഡുകളിലേക്ക് സെൻഡ് ചെയ്യും. N3ലേക്കും N5ലേക്കും റൂട്ട് റിക്വസ്റ്റ്
സെൻഡ് ചെയ്യും. ഇപ്പം N3യിലേക്ക് ഓൾറെഡി N2ൽ നിന്ന് ഇതേ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിഡൻഡൻറ്റ് ഡാറ്റ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നോഡിന് ആദ്യം റിസീവ് ചെയ്ത മെസ്സേജ് സെലക്ട് ചെയ്യാം, അടുത്ത വരുന്നതിനെ അവർ ഡിസ്കാർഡ് ചെയ്ത് കളയും. അപ്പോൾ N3ക്ക് വേണമെങ്കിൽ N4ൻ്റെ മെസ്സേജിനെ ഡിസ്കാർഡ് ചെയ്യാം, കാരണം N2ൽ നിന്നും ഈ സെയിം സോഴ്സ് ഡെസ്റ്റിനേഷൻ പാത്തിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി N5ലേക്കും കിട്ടും. N5ലേക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് വരിക? N5ലേക്ക് വരുമ്പോൾ 2 N1 N5 പാത്ത് ലിസ്റ്റ് ഓഫ് നോഡ് എന്ത് വരും? N1 to N4 to N5 പാത്ത് ലിസ്റ്റ് ഓഫ് നോഡ് വിസിറ്റഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അയാൾക്ക് കിട്ടുന്ന മെസ്സേജ്, റൂട്ട് റിക്വസ്റ്റ് മെസ്സേജ്. അപ്പോൾ അവിടുത്തെ ഡെസ്റ്റിനേഷൻ വരെ എത്തി, N5 വരെ എത്തി. അപ്പോൾ N5ന് മനസ്സിലായി എന്താണ് പാത്ത്, ഇയാളുടെ പാത്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ലാസ്റ്റ് കിട്ടിയ ഈ മെസ്സേജിന്, അതായത് 2 N1 N5 N1 N4 N5 ലിസ്റ്റ് ഓഫ് നോഡ് എന്ന് വിസിറ്റഡ് ആയിട്ടുള്ള മെസ്സേജിനെ തിരിച്ച് ആർക്ക് അയച്ചു കൊടുക്കണം? N1ന്, സെൻഡറിന് അയച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് N3 to N4 മെസ്സേജ് വരും കേട്ടോ, നെയ്ബർ ആയതുകൊണ്ട്. പക്ഷെ അതും ഡിസ്കാർഡായി പോകും, കാരണം N1ൽ നിന്ന് റിസീവ് ആയത് കാരണം. ഇനി എന്ത് ചെയ്തു? അപ്പോൾ നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത് ഐഡൻറ്റിഫൈ ചെയ്തു, കാരണം N1 N2 N3 N4 N5 എന്ന് പറയുന്നതിനേക്കാൾ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്താണ് N1 N4 N5. അപ്പോൾ ഇവർക്ക് പാത്ത് ഐഡൻറ്റിഫൈ ചെയ്താൽ N5 എന്ത് ചെയ്യും? തിരിച്ച് റൂട്ട് റിപ്ലൈ മെസ്സേജ് വെച്ചിട്ട് ഈ ഇൻഫോർമേഷൻ യൂണികാസ്റ്റ് മോഡിലാണ് പോവുക. എല്ലാ നെയ്ബേഴ്സിലേക്കും അത് ഫോർവേഡ് ആവില്ല. ഇവിടെ ഫ്ലഡിങ് അല്ല, പെർട്ടിക്കുലർ നോഡ്, ആ ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള നോഡുകളിൽ കൂടെ മാത്രം അതൊരു യൂണികാസ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും ഡെസ്റ്റിനേഷൻ ടു സോഴ്സിലേക്ക് ഈ ഇൻഫോർമേഷൻ പാസ്സാവുക. അങ്ങനെ N1നെ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അങ്ങനെ ആ പാത്ത് വഴി അവർ പാക്കറ്റ്സ് സെൻഡ് ചെയ്യും. ഇത്രയാണ് നമ്മുടെ DSR റൂട്ടിംഗ് പ്രോട്ടോക്കോളിൽ വരുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റീവ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇതൊരു ഓൺ ഡിമാൻഡ് പ്രോട്ടോക്കോളാണ്. എപ്പോഴാണോ അയാൾക്ക് ആവശ്യമുള്ളത് സെൻഡ് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രമേ ഇവർ ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാഫിക് വളരെ കുറവാണ്, ഓവർ ഹെഡും വളരെ കുറവാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. പിന്നെ ഇൻ്റർമീഡിയറ്റ് നോഡുകൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർ ചിലപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും അവരുടെ ക്യാഷിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുള്ളൂ. എല്ലാ ഇൻ്റർമീഡിയറ്റ് നോഡും കംപ്ലീറ്റ് പാത്ത് സ്റ്റോർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതിലൊരു ലിങ്കൊക്കെ ബ്രേക്കായി പോയി കഴിഞ്ഞാൽ അതിനെ വീണ്ടും കണക്ഷൻ സെറ്റപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിൾ ഡ്രിവൺ പ്രോട്ടോക്കോൾസിനെ അപേക്ഷിച്ച് ഓൺ ഡിമാൻഡ് പ്രോട്ടോക്കോളിൽ ഇത്തിരി കൂടി ഓവർ ഹെഡ് കൂടുതലാണ്. അതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഒരു ലോ മൊബിലിറ്റി അതുപോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് ഇത് ഇത്രയും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. മൊബിലിറ്റിയുടെ റേഞ്ച് കൂടുന്നതിനനുസരിച്ചും കൂടുതൽ മൊബൈലിൽ ഡിവൈസ് കൂടുതലായിട്ട് മൂവ് ചെയ്ത് പോകുന്ന ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ ഈ പ്രോട്ടോക്കോൾ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് തരാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.